Hi, hello, Namaste. Welcome back to GKM World. Welcome again to another vlog. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ട്യൂഷൻ തുടങ്ങി ഇതിപ്പോൾ 8ാം ക്ലാസ്സുകാരാണ്. സ്റ്റേറ്റ് സിലബസ് ആണ്, മാത്സ് ആണ് അവരുടെ സബ്ജക്റ്റ്. അങ്ങനെ പതിയെ അങ്ങനെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീടിൻ്റെ ടെറസിൻ്റെ മേലല്ല, ഷീറ്റിൻ്റെ മേലെ സ്ഥിരം വിസിറ്റാണ് ഇവിടെ ഈ മയിൽ എന്ന് പറയുന്നത്. അങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി ഞാൻ സ്ഥിരം പോകുന്ന ഒരു അമ്പലമാണ് ഇവിടുത്തെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുന്നു. ഫുഡ് ഇന്നും പതിവ് പോലെ ദോശ തന്നെയാണ്. ദോശയ്ക്ക് ചമ്മന്തി ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഇന്നലെ റെഡിയാക്കിയ ഫോൺ എന്ന് പറയുന്നത്, A70, സാംസങ് A70. ഇത് എടുത്തിട്ട് 3-4 വർഷമായി. 2019 എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ മൊബൈൽ സീരീസ് വേറെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഞാൻ ചെയ്യാം. ഇത് ഇപ്പോൾ സ്റ്റിക്കർ ഊരി കളഞ്ഞാലും ഇനി സ്ക്രീൻ ഗാർഡ് ഒന്ന് ഒട്ടിക്കണം. സ്ക്രീൻ ഗാർഡ് ഇനിയിപ്പോൾ ഒട്ടിച്ചാലും ഈ പറയുന്ന പോലെ ഫോൺ ഭയങ്കര ഓവർ ഹീറ്റാണ്. പിന്നെ ഇതിന് ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് നന്നാക്കിയാലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ പിടിക്കുമ്പോൾ ഭയങ്കര ഓവർ ഹീറ്റാണ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഫോൺ വാങ്ങിക്കണം. അപ്പോൾ അതായത് എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഈ ഒരു ഫോണിലാണ്, ഈ ഒരു സിമ്മിലാണ്. അപ്പം എനിക്ക് അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം, വേറൊരു ഫോണിലേക്ക് മാറ്റണം. അപ്പോൾ എന്തായാലും വേറൊരു ഫോൺ എടുക്കണം. ഒരു എന്താ പറയുക, ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് പ്രൈമറി ഡിവൈസാണ് എൻ്റെ. അപ്പോൾ എന്തായാലും എനിക്കൊരു പ്രൈമറി ഫോൺ തന്നെയായിട്ട് വേറൊരു ഫോൺ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേഞ്ചിനുള്ളിൽ ഫോൺ വാങ്ങിക്കണം. അങ്ങനെ മൊബൈലിൻ്റെ വിശേഷം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നലെ പണി കിട്ടി. ഇന്നലെ 2500 രൂപയാണ് ഇതിൻ്റെ സ്ക്രീനൊന്ന് മാറ്റാനായിട്ട് പോയത്, ഡിസ്പ്ലേ മാറ്റാനായിട്ട് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ സമയങ്ങളെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്യൂഷൻ ഉണ്ട്, ഹോം ട്യൂഷനാണ്. 11 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അടുത്ത ട്യൂഷനുകൾ ഉണ്ട്. പിന്നെ 2:30 തൊട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ട്യൂഷൻ്റെ ടൈം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 9:30 വരെ ഉണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോകും. ഏകദേശം ഒരുപോലെ ശേഷമാണ് ഇത് കൂട്ടിക്കാൻ പോകുന്നത്. സോ അൺബോക്സിംഗ് ആണ് ഓർഡർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം അറിയാം, നമ്മളേറെ ആരാധിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇതിലുള്ളത്, കലാം സാർ, എ ഗുഡ് ടീച്ചർ. അപ്പോൾ എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റായിട്ട് ആൾക്ക് തോന്നിയോണ്ടായിരിക്കാം ആൾ തന്നത്. താങ്ക് യു. സ്മോൾ എയിം ഈസ് എ ക്രൈം, ഹാവ് ഗ്രേറ്റ് എയിം. പറഞ്ഞെന്താ എന്താണ് ചെറിയ എയിം എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് വലിയ ചിന്തകളും വലിയ എയിമുമാണ്. ന്യൂ ഡേ ന്യൂ ബിഗിനിങ്. യെസ്, താങ്ക് യു. നമുക്ക് ഇവിടെ മന്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടൊരു ഇതുണ്ട്. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മന്ത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ജാൻ ഫെബ് അല്ല ഇപ്പോൾ. ഓക്കെ, ഇത് നമുക്ക് വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏത് ദിവസം 6-ാം തീയതി എന്ന് പറയുമ്പോൾ Thursday ഉണ്ടാവും. അതങ്ങനെ അത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഇനി ട്യൂഷന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ട്യൂഷന് പോകാൻ നിൽക്കുമ്പോൾ നല്ല വെയിലുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് ഈ വെയിലത്ത് വേണം ട്യൂഷന് പോകാനായിട്ട്. അപ്പോൾ അവിടെ പുറത്ത് വന്നിട്ട് അമ്മയുടെ ഈ ഒരു ചെടികളുണ്ട്. കുറച്ച് വലിയൊരു ഗാർഡൻ ഒന്നല്ല, എന്നാൽ ആ വലിയൊരു ഗാർഡനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് ചെടികൾ ചേട്ടൻ എന്നാൾ വന്നപ്പോൾ മേടിച്ചിരുന്നു. കുറച്ചധികം ചെടികൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൽ നല്ല നല്ല രസത്തിലുള്ള ഇത്തരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹോം ട്യൂഷനായിട്ട് വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ്. BTS ആർമി ഫാനാണ്. ഓക്കെ, അപ്പോൾ BTS ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോറ് പതിയെ അങ്ങനെ കുറച്ച് കൊണ്ടുവരാണ്. കാരണം തടി കൂടുന്നുണ്ടോ എന്നുള്ളൊരു ഇതിൽ സംശയമല്ല, തടി കൂടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൊണ്ടുവരാണ്. അപ്പോൾ നല്ല ഇലക്കറികൾ അത് കഴിഞ്ഞ് വേഗം ട്യൂഷന് വന്നു.
ട്യൂഷൻ വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്റ്റുഡൻ്റ് എത്തുന്നത് 2:30-ക്ക് നമ്മുടെ ധനു ആണ്. ഏറ്റവും ചെറിയ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ധനുവിൻ്റെ ട്യൂഷൻ എടുക്കാനുള്ള ആള് വരുന്നത്. ഹായ്, ഗുഡ് ഈവനിങ്. വെറുതെ ഇരിക്കണ ബുക്ക് എടുത്തു കാണാമെന്നല്ലോ നീ. കരാട്ടെ ഉണ്ടത് എടാ, അത് പറഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. ഫിന്നെന്ന് പറഞ്ഞാ എന്താ? ഏത് ഫിന്ന് പറഞ്ഞാ അത് ആ മീനിങ് ഇല്ലേ? ഇതിപ്പോ എന്തിനാ നമ്മള് പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ഫിഷിന്റെ പാർട്സ് അല്ലേ? ആ, ഫിഷിന്റെ പാർട്സ് അല്ലേ? അതിൽ ഫിന്ന് പറഞ്ഞ എന്താ? ഗസ്സിയെ ഫിൻ എന്ന് പറഞ്ഞാൽ മീനിന്റെ ഫിഷിന്റെ ഏത് പാർട്ടായിരിക്കും? ഏത് പാർട്ടായിരിക്കും? പറയും. ഗസ്സി. മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഫിഷിന്റെ മൗത്ത്, വായ. ആ, പിന്നെ ഫിന്നപ്പം എന്തായിരിക്കും? ആലോചിക്ക്. ഗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻസർ ഒന്ന് ആലോചിച്ച് പറയൂ. അതാണ് ഗസ്സിയലല്ല. ഫിന്റെ അർത്ഥം ഗസ്സിയലല്ല, ഗസ് ചെയ്യാനാ പറഞ്ഞേ. എന്താ ഗസ് ചെയ്യല്ല. ഫിന്നിന്റെ അർത്ഥമാണ് മീനിന്റെ ചിറകില്ലേ? മീനിന്റെ ചിറക് എന്ന് വെച്ചാൽ മറ്റേ ബേർഡ്സിന്റെ പോലുള്ള ചിറകല്ല, ചെറിയൊരു ചെകിള ഉണ്ടാവും. ചെകിള കേട്ടാ? മലയാളത്തിൽ അങ്ങനെ ചെകിള എന്നൊക്കെ പറയും. അതാണ് ഫിൻ. ഫിഗർ കാണിച്ചു തരണ ഫിന്നിനെ ഭംഗിയുണ്ടാ? ഫിഷിനാണ് ഗണപതി. ഫിഷിനാണ് ഭംഗിയുണ്ടോ? അയ്യോ പോയി. അതന്നെ, അതന്നെ മൗട്ട് അല്ല, മൗത്ത്. എവിടെ ഫിൻ? തന്നെ പഠിച്ചു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്യൂഷൻ മൊബൈൽ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു 9:30-10 മണിയോടുകൂടി ട്യൂഷനൊക്കെ അവസാനിച്ച് വീട്ടിലെത്തി. നേരെ ഫുഡ് കഴിക്കാൻ ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബുൾസയാണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്, പക്ഷേ അതൊക്കെ എങ്ങനെയായി പോയി. അപ്പോൾ ഇതും കഴിച്ച് ഇന്നത്തെ നൈറ്റ് അവസാനിപ്പിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. Thirty-one, 32, 33, 34, 35.